عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എംഎച്ച്എസിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഫറാസ്തോ 2K24ന്റെ ധന്യമായ വേദിയിലാണല്ലോ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി സഹാബത്ത് കാണിച്ചു തന്ന റസൂൽ മാതൃകകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷമായ ഒരു മാതൃക ജീവിതമായിരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് നിറഞ്ഞ ഈ ജീവിതം അനുഗ്രഹമായി ലഭിച്ചവർ പ്രവാചകന്റെ ആദർശങ്ങൾ മാത്രമല്ല, മറിച്ച് അത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഈ മഹാനായവർ അഥവാ സ്വഹാബാക്കൾ ഇന്നും നമുക്കൊരു പ്രകാശ ദീപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവും നീതിയും അനുസരിച്ചിരുന്നു. തങ്ങളുടെ സമസ്ത പ്രവർത്തനങ്ങൾ സത്യത്തിനും നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും സമൂഹനീതിക്കും അനുകൂലമായിരുന്നു. ബദർ യുദ്ധത്തിൽ സത്യത്തിനായുള്ള പോരാട്ടം നല്ലൊരു ഉദാഹരണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ശുദ്ധമായ ജീവിതം നയിക്കുകയും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറുകയും ഹലാലും ഹറാമും വ്യത്യാസമറിയുകയും എന്നിങ്ങനെയായിരുന്നു. സ്വന്തം പ്രവർത്തനത്തോടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുമ്പിൽ മാതൃകയായി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിലൂടെ മാത്രമല്ല, മറിച്ച് പ്രവൃത്തികളിലൂടെയും പഠിപ്പിച്ചു. തങ്ങളുടെ കരുണയും ക്ഷമയും ത്യാഗവും വിശ്വാസവും തുടങ്ങിയ വിശേഷണങ്ങൾ നിത്യകാലത്തേക്കുള്ള പാഠങ്ങളായിരുന്നു. സഹാബികൾ ഈ ഗുണങ്ങൾ ആഴത്തിൽ ഗ്രഹിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായിരുന്നു. തബൂക്കിന്റെ യുദ്ധത്തിനായി മുഴുവൻ സമ്പത്തും ദാനം ചെയ്തതും എന്റെ കുടുംബത്തിനായി അല്ലാഹുവിനെയും പ്രവാചകനെയും ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും തന്റെ വിശ്വാസത്തിന്റെ പ്രാവർത്തികമായി തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പെരുമാറ്റം പ്രവാചകന്റെ ഉപദേശമായ അല്ലാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തെക്കാൾ വിശ്വാസം പ്രാധാന്യമാക്കുക എന്ന പാഠത്തിന്റെ പ്രതിഫലനമാണ്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിയും ധൈര്യവും മിശ്രിതമായ മറ്റൊരു സഹാബിയായിരുന്നു. ഭരണാധികാരി ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നീതി ഉറപ്പു നൽകുകയും ദരിദ്രർക്ക് സ്നേഹം നൽകുകയും ചെയ്തു. ശക്തൻ എന്നത് തന്റെ കോപം നിയന്ത്രിക്കുന്നവനാണ് എന്ന പ്രവാചകന്റെ വാക്കുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ നട്ടുപൊട്ടിയിലും പ്രകടമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഉദാത്തമായി ചില പരിച്ഛേദങ്ങൾ നൽകിയത് അവരുടെ ജീവിതത്തിന്റെ ആത്മാർത്ഥമായി ഉയർത്തി. അവർ നിർദ്ദേശിക്കുന്ന എത്രത്തോളം സത്യവും നീതിയും ഭാവിയിൽ ലോകം കൂടുതൽ നല്ല രീതിയിൽ മുന്നേറുന്നതിന് വഴിയൊരുക്കുന്ന മാതൃകകൾ ആക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യപ്രകാശമാണ്. എന്നാൽ സഹാബികൾ ഈ പ്രകാശം ലോകമെമ്പാടും എത്തിച്ച ആദ്യ ശിഷ്യരും അധ്യാപകരുമായിരുന്നു. അവരുടെ ജീവിതം പ്രവാചകന്റെ പാഠങ്ങളുടെ ആഴത്തിലുള്ള മാറുവായ്പകളാണ്. ഇന്ന് നമുക്ക് അവരുടെ മാതൃക പിന്തുടർന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. കരുണയും നീതിയും ദയയും ഈ മൂല്യങ്ങൾ നമുക്ക് അഭിനന്ദന സാക്ഷിയാക്കാം. അല്ലാഹു നമ്മെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോടും സഹാബത്തിനോടും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.